ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അതായത് PMUY ഗുണഭോക്താക്കൾ ഉൾപ്പെടെ രാജ്യത്തെ LPG പാചകവാതക ഉപഭോക്താക്കൾ 2026 ജൂൺ 30-നകം തങ്ങളുടെ KYC പ്രക്രിയ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. നിശ്ചിത സമയത്തിനകം KYC പൂർത്തിയാക്കാത്ത പക്ഷം ഇന്ത്യൻ ഗ്യാസ് അതുപോലെ തന്നെ ഭാരത് ഗ്യാസ് HP ഗ്യാസ് ഉപഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പാചകവാതക സബ്സിഡി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചതിനെ തുടർന്ന് ആഗോള എണ്ണ വാതക ഗതാഗതത്തിൻ്റെ 20% കൈകാര്യം ചെയ്യുന്ന ഹോർമോസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്നുണ്ടായ LPG വിതരണക്ഷാമം പരിഹരിക്കുന്നതിനായി സർക്കാർ നിരവധി ചട്ടങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് LPGക്ക് ആധാർ അധിഷ്ഠിത ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ നിർബന്ധമാക്കിയത്. കഴിഞ്ഞ മാർച്ചിൽ PMUY ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത പരിശോധന സർക്കാർ നിർബന്ധമാക്കിയിരുന്നു. നിലവിൽ KYC പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഈ ഒരു നിർദ്ദേശം ബാധകമാകുക എന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻപ് KYC പൂർത്തിയാക്കിയ PMUY ഇതര ഉപഭോക്താക്കൾ ഇത് വീണ്ടും ചെയ്യേണ്ടതില്ല. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഇന്ത്യൻ ഓയിൽ 1 ആപ്പും ആധാർ ഫേസ് RD ആപ്പും വഴിയും, ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾക്ക് ഹലോ BPCL ആപ്പ് വഴിയും, HP ഗ്യാസ് ഉപഭോക്താക്കൾക്ക് HP പേ ആപ്പ് വഴിയും KYC നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്. മുഹറം പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി. വ്യാഴാഴ്ച പ്രവൃത്തി ദിനമായിരിക്കും. കലണ്ടർ അനുസരിച്ച് നേരത്തെ മുഹറത്തിൻ്റെ അവധി വ്യാഴാഴ്ചയായിരുന്നു. എന്നാൽ മാസപ്പിറവി കണ്ടത് അനുസരിച്ച് മുഹറം വെള്ളിയാഴ്ചയിലേക്ക് മാറിയത് കൊണ്ടാണ് അവധിയിലും മാറ്റം വന്നിരിക്കുന്നത്. അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്. സംസ്ഥാനത്തെ ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. പെൻഷൻ വിതരണത്തിനായി 1080 കോടി രൂപയാണ് അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അടുത്ത മാസം 3-നകം പെൻഷൻ വിതരണം പൂർത്തിയാക്കും. കഴിഞ്ഞ മെയ് മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയായതിന് പിന്നാലെയാണ് ജൂൺ മാസത്തെ പെൻഷൻ വിതരണത്തിനായി സർക്കാർ തുക അനുവദിച്ച് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. കർഷക തൊഴിലാളി പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അവിവാഹിതകൾക്കുള്ള പെൻഷൻ, വിധവാ പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരും. സംസ്ഥാനത്തെ ആകെ 51,70,015 ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു മാസം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. ഗുണഭോക്താക്കളുടെ താൽപ്പര്യപ്രകാരം 2 വ്യത്യസ്ത വിതരണ ശൃംഖലകൾ വഴിയാണ് പെൻഷൻ തുക വിതരണം ചെയ്യുന്നത്. പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നിറവേറ്റുന്നതിൽ കാലതാമസം ഉണ്ടാകില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ അർഹരായവരിലേക്ക് എത്തുന്നതിന് വേണ്ടി മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി പുതിയ സംവിധാനം സർക്കാർ ഗൗരവകരമായി പരിശോധിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്. ജൂൺ മാസത്തെ റേഷൻ വിതരണം പുരോഗമിക്കുന്നു. ഈ ഒരു ജൂൺ മാസത്തിൽ റേഷൻ ഇനിയും ആരെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ 30-ാം തീയതിക്കകം നിങ്ങളുടെ വിഹിതം കൈപ്പറ്റുവാൻ ശ്രദ്ധിക്കണം. പിന്നീട് അടുത്ത മാസത്തെ അതായത് ജൂലൈ മാസത്തെ റേഷൻ വിതരണമാണ് ആരംഭിക്കുക. പിന്നീട് നിങ്ങൾക്ക് ജൂൺ മാസത്തെ റേഷൻ ലഭിക്കാത്ത സാഹചര്യമുണ്ടാകും. അത്തരത്തിൽ 3 മാസമായി തുടർച്ചയായി റേഷൻ വാങ്ങിയില്ല എങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗമാണെങ്കിൽ ആ ഒരു റേഷൻ കാർഡ് തരം മാറ്റപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അതായത് മുൻഗണനേതര വിഭാഗമായിട്ടുള്ള വെള്ള നീല വിഭാഗത്തിലേക്കാണ് നിങ്ങളുടെ റേഷൻ കാർഡ് തരം മാറ്റപ്പെടുക. അത്തരത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായും ഓരോ മാസത്തെയും റേഷൻ മുടങ്ങാതെ വാങ്ങുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.